മൾട്ടിമീറ്റർ ഉപയോഗിച്ച് പരിശോധിക്കാം. സർവീസ് മാനുവലുകളും സ്കിമാറ്റിക് ഡയഗ്രമുകളും ഇതിന് സഹായകമാണ്. ചൂടാകൽ ഹീറ്റിംഗ് ഫോൺ ഓൺ ചെയ്യുമ്പോൾ അമിതമായി ചൂടാകുന്ന ഐസികൾ കേടുപാടുകൾ സംഭവിച്ചവയായിരിക്കാം. തെർമൽ ക്യാമറകൾ അല്ലെങ്കിൽ ഫ്രീസിംഗ് സ്പ്രേ ഉപയോഗിച്ച് ഇത് കണ്ടെത്താം. ഫങ്ഷണൽ ടെസ്റ്റിംഗ് ഒരു പ്രത്യേക ഐസിയുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനുകൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ ഐസിക്ക് പ്രശ്നമുണ്ടെന്ന് അനുമാനിക്കാം. കേടായ ഐസികൾ എങ്ങനെ കണ്ടെത്താം? ഹൗ ടു ഐഡന്റിഫൈ ഫോൾട്ടി ഐസീസ്. പൊതുവായ ലക്ഷണങ്ങൾ: ജനറൽ സിംറ്റംസ്, ഫോൺ ഓൺ ആവാത്ത അവസ്ഥ, നോ പവർ, ചാർജ് ആവാത്ത അവസ്ഥ, നോ ചാർജിംഗ്, ഡിസ്പ്ലേ ലൈറ്റ് വരാത്ത അവസ്ഥ, നോ ബാക്ക് ലൈറ്റ്, വൈഫൈ ബ്ലൂടൂത്ത് നെറ്റ്വർക്ക് സിഗ്നൽ ഇല്ലായ്മ, ഓഡിയോ പ്രശ്നങ്ങൾ, സ്പീക്കർ, മൈക്ക്, ഹെഡ്ഫോൺ ഔട്ട്പുട്ട്, ടച്ച് സ്ക്രീൻ പ്രവർത്തിക്കാത്ത അവസ്ഥ, അമിതമായ ബാറ്ററി ഡ്രെയിനേജ് അല്ലെങ്കിൽ ഫോൺ ചൂടാകുന്നത് തുടങ്ങിയവ. ഡയഗ്നോസിസ് മുകളിൽ പറഞ്ഞ ടെസ്റ്റിംഗ് രീതികൾ ഉപയോഗിച്ച് വിഷ്വൽ, മൾട്ടിമീറ്റർ, ഹീറ്റിംഗ് എന്നിവ വഴി ഒരു പ്രത്യേക ഐസിയുടെ പ്രശ്നം കണ്ടെത്താം. സർവീസ് മാനുവലുകളും സ്കിമാറ്റിക് ഡയഗ്രമുകളും ഉപയോഗിച്ച് ഐസികളുടെ പിൻ കോൺഫിഗറേഷൻ, വോൾട്ടേജ് റീഡിംഗുകൾ, നോർമൽ റെസിസ്റ്റൻസ് മൂല്യങ്ങൾ എന്നിവ മനസ്സിലാക്കുന്നത് കേടുപാടുകൾ കണ്ടെത്താൻ സഹായിക്കും. ഐസികൾ മാറ്റിവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തിങ്സ് ടു കൺസിഡർ വെൻ റീപ്ലേസിംഗ് ഐസീസ്. ശരിയായ ഐസി തിരഞ്ഞെടുക്കുക. കേടായ ഐസിയുടെ അതേ പാർട്ട് നമ്പർ, മോഡൽ, റിവിഷൻ എന്നിവയുള്ള ഐസി തന്നെ ഉപയോഗിക്കുക. ചെറിയ വ്യത്യാസങ്ങൾ പോലും പ്രവർത്തനത്തെ ബാധിക്കും. BGA റീബോളിംഗ് മിക്ക മൊബൈൽ ഫോൺ ഐസികളും BGA പാക്കേജിലാണ് വരുന്നത്. ഇവ മാറ്റിവെക്കാൻ പ്രത്യേക BGA റീവർക്ക് സ്റ്റേഷൻ, ഹോട്ട് എയർ ഗൺ, BGA റീബോളിംഗ് സ്റ്റെൻസിലുകൾ, സോൾഡർ പേസ്റ്റ്, ഫ്ലെക്സ് എന്നിവ ആവശ്യമാണ്. ഇത് കൃത്യമായ താപനിലയിലും വൈദഗ്ധ്യത്തിലും ചെയ്യേണ്ട ഒന്നാണ്. ശുചിത്വം ക്ലെൻലിനെസ് ഐസി മാറ്റിവെക്കുമ്പോൾ ബോർഡും ഐസിയും വളരെ വൃത്തിയുള്ളതായിരിക്കണം. ചെറിയ പൊടിപടലങ്ങൾ പോലും ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകാം. ബോർഡിന്റെ സംരക്ഷണം ബോർഡ് പ്രൊട്ടക്ഷൻ ഐസി മാറ്റിവെക്കുമ്പോൾ അടുത്തുള്ള ചെറിയ ഘടകങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. തെർമൽ ടേപ്പ് അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് ചുറ്റുമുള്ള ഭാഗങ്ങളെ സംരക്ഷിക്കാം. ESD പ്രൊട്ടക്ഷൻ ഐസികൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജിന് വളരെ സെൻസിറ്റീവ് ആയതിനാൽ ESD മാറ്റ്, റെസ്റ്റ് സ്ട്രാപ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് ESD പ്രൊട്ടക്ഷൻ ഉറപ്പാക്കുക. പ്രൊഫഷണൽ ടൂളുകൾ ശരിയായ റീവർക്ക് സ്റ്റേഷൻ, നല്ല ഗുണമേന്മയുള്ള ഫ്ലക്സ്, സോൾഡർ എന്നിവ ഉപയോഗിക്കുന്നത് വിജയകരമായ റിപ്പയറിന് അത്യാവശ്യമാണ്. ഇത്രയുമാണ് ഐസികളെക്കുറിച്ച് നിങ്ങൾക്ക് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഐസി റിപ്പയർ എന്നത് മൊബൈൽ ഫോൺ റിപ്പയറിംഗിലെ ഏറ്റവും വെല്ലുവിളിച്ചെന്റെ മാന്യശ്രോമൻ മാത്രമല്ല. ഇത്രയുമാണ് നിങ്ങൾക്ക് ഐസികളെക്കുറിച്ച് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നന്ദി.